നമ്മളൊരു പ്രകാശവലയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അന്യാദൃശ്യമായ പ്രകാശം പലപ്പോഴും അജ്ഞതയുടെ ഇരുട്ടിലാണ്ടുപോയ ഒരു ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിഞ്ഞ സൂര്യസമാനമായ ഒരു പ്രഭാവലയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ പ്രഭാഗോളം ഇഖ്റാ ബിസ്മി റബീക എന്ന അവതീർണമായ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയവും ഇല്ല. ഒരു ആധ്യാത്മിക ഗ്രന്ഥം എന്ന നിലയിൽ ആത്മീയതയോട് ചേർത്തുപിടിച്ച് ഖുർആനെ നിങ്ങളെപ്പോലെ അത്ര കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളല്ല ഞാൻ. എങ്കിലും ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുള്ളതുപോലെ വായിക്കുവാൻ കഴിയുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ളതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ ആകർഷിച്ച 2 പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ പേര് പരിശുദ്ധ ഖുർആനാണെന്ന് ഏതു പാതിരാവിൻ്റെ പതിതാഘാതത്തിലും തുറന്നു പറയുവാൻ മനസ്സുറപ്പുള്ള ഒരാളാണ് ഞാൻ. അതൊരു ആത്മീയതയുടെ പശ്ചാത്തലം ആ മഹാഗ്രന്ഥവുമായി എനിക്ക് വ്യക്തിപരമായി ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അതിനപ്പുറത്തും മറ്റു വലിയ ചില പ്രകാശ വഴികളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധ ഗ്രന്ഥത്തിന്. ശാസ്ത്രത്തിൻ്റെയും മാനവ വിജ്ഞാനീയതയുടെയും കൈവഴികളെ ഇത്ര കൃത്യമായി തെളിയിക്കുവാൻ ദൃഷ്ടാന്തങ്ങൾ പകർന്ന മറ്റൊരു ഗ്രന്ഥം ഈ പ്രപഞ്ചത്തിലില്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. സാർവലൗകികമായ സാഹോദര്യത്തിൻ്റെ കൈവഴികളെ എങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു മതഗ്രന്ഥത്തിന് കഴിയുക എന്ന് അതിശക്തമായി തെളിയിച്ച മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുമുപരിയായി ഈ വിശ്വപ്രകൃതിയിലെ പൂവും പുല്ലും പൂക്കളും പുഴുക്കളും മൃഗങ്ങളും നദികളും മനുഷ്യരും ഒക്കെ അടങ്ങിയ സർവചരാചരങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് ഒരു സാമ്യബോധ്യം സാധ്യമാകണമെന്നും പരിസ്ഥിതിയിലൂന്നിയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും കൊണ്ടുവേണം ഈ പ്രപഞ്ചത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് പോകാനെന്നും കൃത്യമായി ശഠിച്ച ഈ ലോകത്തിലെ ഏറ്റവും കമൻറ്റബിളുമായ എൻവയൺമെൻ്റൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ പാരിസ്ഥിതിക ഗ്രന്ഥമേത് എന്ന ചോദ്യത്തിനും ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് മലകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന കൃത്യമായ സാക്ഷ്യം അടയാളപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനെ തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷെ അത്തരം ചൂണ്ടിക്കാട്ടലുകൾക്കപ്പുറത്ത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ കൂടുതൽ അഗാധമായോ ഗാഠമായോ ഖുർആനെക്കുറിച്ചെന്നല്ല ഒന്നിനെക്കുറിച്ചും സംസാരിക്കുവാനുള്ള അർഹതയോ അവകാശമോ ഉണ്ടെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഒരു മത്സരത്തിന് പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. കുറച്ച് ടീമുകൾ മത്സരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? മത്സരം കഴിഞ്ഞോ? അല്ല, ഈ ചോദ്യോത്തരത്തിൽ ഈ പരിപാടിയിൽ മത്സരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്, അത് എത്ര 10-14 ടീമുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അവരെവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരോടാണ് സത്യത്തിൽ മത്സരങ്ങൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ വിജ്ഞാനം ആരംഭിക്കുന്നത് എന്നും സൂചനകളിലൂടെ നമ്മെ പഠിപ്പിച്ച മഹാഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുർആൻ. മത്സരങ്ങളിൽ വിജയിക്കുന്നിടത്തല്ല മനുഷ്യൻ മികവ് കാണിക്കുന്നത് എന്നും തോൽവിയെ പോലും ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ കഴിയുന്ന മാനസിക പാടവമുണ്ടാക്കുന്നിടത്താണ് വിജയം അടയാളപ്പെടുത്തുന്നത് എന്നും ഖുർആൻ വിവിധങ്ങളായ സൂറത്തുകളിലെ ചില പ്രത്യേക ആയത്തുകളിലൂടെ നമുക്ക് അടയാളപ്പെടുത്തി തരുന്നുണ്ട്. മികച്ച ആയുധ വീര്യവും മികച്ച യുദ്ധ മികവും പ്രകടിപ്പിച്ച ഉമറിനെ ചേർത്തുപിടിക്കുവാൻ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ചിന്താധാരകളിലൂടെയുള്ള സഞ്ചാരത്തിലാണ് അംഗീകരിക്കപ്പെടുന്നത് വിജയമല്ല, വിജയത്തെക്കാൾ കൂടുതലായി അംഗീകരിക്കപ്പെടേണ്ടത് യഥാർത്ഥ മികവുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ എഴുതുന്നവരെ കണ്ടെത്തി അവർക്കിവിടെ സമ്മാനം തരികയും ചെയ്യും എന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയാത്തവർ അനർഹരാണ് എന്നൊരഭിപ്രായം നമുക്കാർക്കും ഈ സദസ്സിലില്ല. ഞാൻ ആകെ
എന്തെങ്കിലുമൊക്കെ മത്സരത്തെ ഇഷ്ടപ്പെടുകയോ മത്സരങ്ങൾ നടത്തുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ അറിവിൻ്റെയോ അല്ലെങ്കിൽ ക്വിസ് മത്സരങ്ങളൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഈ കലോത്സവങ്ങളിലൊക്കെ പോയി മത്സരങ്ങൾ അവസാനിക്കുമ്പോഴാണ് കല ആരംഭിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഈ ക്വിസ് മത്സരം നടത്തുന്നത് എന്ന്. ഞാൻ അവളോട് പറയും, അതൊരു പാട്ട് മത്സരത്തിൽ സമ്മാനം കിട്ടുന്നത് ഏറ്റവും നന്നായി പാടുന്നവനാണ് ഒന്നാമനായി സമ്മാനം കിട്ടുന്നത്. ഒരു ഓട്ട മത്സരത്തിൽ ഏറ്റവും മുന്നിൽ ഓടിയെത്തുന്നവനാണ് ഏറ്റവും മികച്ച സമ്മാനം കിട്ടുന്നത്. പക്ഷെ ഇത്തരം അറിവുകളുടെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു ക്വിസ് മത്സരത്തിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് സമ്മാനം കിട്ടുക? 20 ചോദ്യങ്ങളുണ്ടെന്നിരിക്കട്ടെ, അതിൽ 19 ചോദ്യങ്ങൾക്കും ഉത്തരമറിയാവുന്ന ആളിന് ഒന്നാം സമ്മാനമോ ക്യാഷ് അവാർഡോ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സമ്മാനമായ വിജ്ഞാനം എന്ന മഹാസമ്മാനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അവന് പുതുതായി കിട്ടിയത് ഒരേ ഒരു അറിവ് മാത്രമാണ് ആ ദിവസം. എന്നാൽ 20 ചോദ്യങ്ങളിൽ ഒരു ഉത്തരം മാത്രം അറിയാവുന്ന മത്സരത്തിൻ്റെ ഘടനയിൽ തോറ്റുപോയ കുട്ടിക്കാകട്ടെ ആ ദിവസം 19 പുതിയ അറിവുകൾ അവൻ്റെ ജീവിതത്തിൻ്റെ ആവനാഴിയിലേക്ക് ആയുധങ്ങൾ പോലെ വന്നെത്തിച്ചേരുകയും ചെയ്യുന്നു. അതുകൊണ്ട് അറിവിൻ്റെ മത്സരങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ സമ്മാനം കിട്ടുന്നത് തോറ്റുപോകുന്നവർക്കാണ് എന്നതുകൊണ്ടാണ് അറിവിൻ്റെ മത്സരങ്ങളോട് ഇഷ്ടം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞ ആ മറുപടി. പിന്തള്ളപ്പെടുന്നവരെ ചേർത്തു പിടിക്കുവാനും നാളെയിലെ സൂര്യഗോളങ്ങളായി മാറുവാൻ അവർക്ക് കരുത്തു പകരാനും വഴികാട്ടുന്ന മഹത്തായ കൂട്ടായ്മകളിൽ ഒന്നാണ് ഈ സായാഹ്നത്തിൽ ഇവിടെയും ഉള്ളത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് പൊതുവേ ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. കാൽപന്തിനോടും കുഴിമന്തിയോടും മാത്രമല്ലല്ലോ, ചരിത്രത്തിൻ്റെ വഴികളിലെ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിനോടും അതിശക്തമായ ആത്മാഭിമാനത്തിനോടും മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന ആതിഥേയത്വത്തിൻ്റെയും പെരുമ കേട്ട ഒരു നാടാണ് ശ്രീ AP അസ്ലമിൻ്റെയും നാട് എന്നുള്ളത് അഭിമാനകരമാണ്. ഞാൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, ഈ ലോകത്തിൽ പലരും ഹെഡ് ചെയ്യാറുണ്ട് ഫുട്ബോളിന് ഫുട്ബോൾ കളിയിൽ താല്പര്യമില്ലാത്തവരാരുമില്ലാത്ത നാടാണല്ലോ നിങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത്. അപ്പോൾ ഹെഡ് ചെയ്യാറുണ്ട് ആളുകൾ, മികച്ച ഹെഡേഴ്സ് ഉണ്ട്. പണ്ട് ഹോളണ്ടിലെ റൂട്ട് ഗള്ളിറ്റും മാർക്കോ വാൻ ബാസ്റ്റനും ഒക്കെ ഹെഡ് ചെയ്യുന്നത് കുട്ടിക്കാലത്ത് ലോകകപ്പുകളിൽ കണ്ട അത്ഭുതപ്പെട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ മലപ്പുറത്തുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, കാൽപന്ത് കളിക്കുമ്പോൾ പോലും അവർ ഹെഡ് ചെയ്യുന്നത് തല കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് എന്ന് മലപ്പുറത്തിൻ്റെ പന്തുകളി പ്രിയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ നാട്ടിൽ എന്തെങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിൽ ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ സൗഹൃദങ്ങളെക്കുറിച്ച്, പ്രിയങ്ങളെക്കുറിച്ച്, ഇഷ്ടങ്ങളെക്കുറിച്ച്, ഒപ്പം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവരെക്കുറിച്ചെല്ലാം വലിയ കരുതലിലാണ് എപ്പോഴും സംസാരിക്കാനും പെരുമാറാറും ഉള്ളത്. പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വഴികളെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കുന്ന വേളയിലാണ് ഈ ഒപ്പം നിൽക്കുന്നവരെ കുറിച്ചുള്ള സഞ്ചാരം അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന ഗുണകരമല്ലാത്ത മാറ്റങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നെനിക്ക് ഓർമ്മ വന്നത്. ഞാനൊരു ചിത്രം കാണിച്ചു തരാം. വിഷ്ണു, ഫലഭൂയിഷ്ടമായ ഈന്തപ്പനകൾ അടുത്തുള്ള ഒരു തടാകം, ഒപ്പം ഒരു പുരാതന ദൃശ്യം, ഭൂമിക്ക് അടിയിലും നിലകളുള്ള ഒരു ആരാധനാലയമാകാം അത്. ഈ തടാകത്തിൻ്റെ കരയിലെ സമ്പത്തിൽ അഭിരമിച്ച് സമ്പന്നനായ ഒരു മനുഷ്യനെ കുറിച്ചുള്ള പരാമർശം ഓർമ്മിപ്പിക്കുവാനാണ് ഈ ചോദ്യം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവർക്ക് അല്ലെങ്കിൽ ഇതാരെ സൂചിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നവർക്ക് ഒന്ന് കൈ ഉയർത്താം. പറയണം സർ. മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കാമോ?
കാറൂൻ്റെ വീട് വല സമ്പന്നരായിരുന്ന ഒരാൾ അയാളെ അഹങ്കാരം മൂലം നശിച്ചു പോയ വീട് ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ടു. അയാളെ സമ്പത്ത് മുഴുവൻ അള്ളാഹു. വളരെ സമ്പന്നനായിരുന്നു ഖാറൂൻ. ഇത് ഖാറൂനിന്റെ തടാകമാണ് ഈ കാണുന്നത്. ഖാറൂൻ അതിസമ്പന്നനായിരുന്നു എന്ന് മാത്രമല്ല, മൂസ നബിയുടെ വളരെ വിശ്വസ്തനായ ബന്ധുവും അനുചരനുമൊക്കെ ആയാണ് ഖാറൂൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ. പിന്നീട് കടുത്ത അഹങ്കാരം ബാധിക്കുകയും ധനവാനായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ എല്ലാ ദോഷങ്ങളും അയാളെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ഭൂമിയിലേക്ക് ആഘാതത്തോടെ പതിക്കപ്പെടുകയും ചെയ്തുവെന്നാണല്ലോ ഗ്രന്ഥം പറയുന്നത്. ഇത് ഖാറൂനിൻ്റെ തടാകമാണ്. ഞാൻ ഈ ദിവസം ആരംഭിച്ചപ്പോൾ ആ കുട്ടിയുടെ പേരിലും എൻ്റെ പേരിലും നിങ്ങളോട് ക്ഷമ ചോദിച്ചത് അനർഹമായ വാക്കുകൾ ചൊരിഞ്ഞതുകൊണ്ടാണ്. അനർഹമായത് ആർക്കും സമ്മാനിക്കാൻ ഇടവരാതിരിക്കട്ടെ നമുക്ക് എന്ന ഓർമ്മപ്പെടലിന് വേണ്ടിയാണ് ഖാറൂൻ എന്ന ചിന്തയെക്കുറിച്ച്, ഖാറൂൻ എന്ന പാത്ര സൃഷ്ടിയെക്കുറിച്ച് ഈ ദിവസം നിങ്ങളോട് ചോദിച്ചു തുടങ്ങിയത്. ഇത് ഖാറൂനിൻ്റെ തടാകമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ശരി പറയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരമോ സമ്മാനമോ ഒക്കെ നമുക്ക് അവർക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു യുക്തി. ശ്രീ അക്ബർ, മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ? വിഷ്ണു, ഇതുവരെല്ലാവരും പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരു ചോദ്യമാണ്. നോക്കൂ, ജന്മത്തിൻ്റെ പേരിൽ ആരും പ്രത്യേകമായ ഒരു പദവികളും അലങ്കരിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കോളേജിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ സാംസ്കാരിക നേട്ടമെന്ത് എന്ന് ചോദിച്ചപ്പോൾ കോട്ടയത്തെ കോളേജാണ്. ആ കോളേജിലെ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് തിരുവനന്തപുരം നഗരത്തിലുണ്ടായ ഒരു സംഭവമാണെന്നാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് തിരുവനന്തപുരം നഗരത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വെള്ളക്കാരന് ബ്രിട്ടീഷുകാരനോടുള്ള പാദസേവയുടെയും ഭക്തിയുടെയും ദാസ്യബോധത്തിൻ്റെയും ബാലൻസ് ഷീറ്റ് പോലെ കിടന്ന വിക്ടോറിയ രാജ്ഞിയുടെ കിന്നരി തൂവലിൻ്റെ വെള്ളക്കുപ്പായത്തിനെ മാത്രം മനസ്സിൽ മതിച്ചു കിടന്ന പാദസേവകർ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്ന് പേരിട്ടിരുന്ന VJT ഹാളിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, അല്ല, വില്ലുവണ്ടി കുലച്ച് സർവ്വ മനുഷ്യരുടെയും തുല്യാവകാശത്തിനു വേണ്ടി ഈ നഗരഹൃദയത്തിലേക്ക് എത്തിയ അയ്യങ്കാളിയുടെ പേരാണ് ഇതിന് ശരിയായ പേര് വരേണ്ടത്. അതുകൊണ്ട് ഇത് അയ്യങ്കാളി ഹാൾ എന്ന് പേര് മാറ്റിയതാണ് കേരളത്തിലുണ്ടായ ഏറ്റവും മഹത്തായ സാംസ്കാരിക നേട്ടമെന്നാണ് കോട്ടയത്തെ ഒരു കോളേജിലെ ഒരു യുവാവ് എന്നോട് പറഞ്ഞത്. ഞാനത് ഓർമ്മിച്ചപ്പോഴാണ് സത്യത്തിൽ ഈ ചോദ്യത്തെക്കുറിച്ച് ചോദിക്കാൻ കാരണമായത്. ജന്മം ആരുടെയും മഹത്വത്തിന് കാരണമാകുന്നില്ല. ഒരേ മാതാപിതാക്കളിൽ നിന്ന് ആദി മാതാപിതാക്കളിൽ നിന്ന് ഉത്ഭവിച്ചവരൊക്കെ തന്നെ വംശത്തിൻ്റെ, കുലത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ഗോത്രത്തിൻ്റെ, ഭാഷയുടെ, ദേശീയതയുടെ ഒക്കെ പേരിൽ പലതായി വേർതിരിക്കപ്പെടുന്നത് ശരിയുമല്ല. മറിച്ച് എല്ലാവർക്കും തമ്മിലുള്ള ഈ പാരസ്പര്യം, ഈ ഒരുമ അല്ലെങ്കിൽ ഒന്നാണെന്നുള്ള ബോധ്യം ഉണ്ടാവുക എന്നതാണ്. തൻ്റേതായ കക്ഷിത്വത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ശരികളെ തെറ്റെന്ന് ഗണിക്കുന്നതും തൻ്റെ തെറ്റുകളെ ശരിയെന്ന് സമർത്ഥിക്കുന്നതുമാണ് ഒരുപക്ഷെ വർഗീയത എന്ന് നിർവചിക്കാവുന്ന ഒരു ദർശനമുണ്ട് ഖുറാനിൽ. ഏത് സൂറത്തിലാണ് ഖുറാൻ കൃത്യമായി ആ ദർശനം, ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ബൈക്ക് കൊടുത്തോളൂ. അക്ബറെ, ഇവർക്ക് സമ്മാനം കൊടുക്കണം കേട്ടോ. സൂറത്തുൽ ഹുജറാത്തിൽ 13-ാമത്തെ ആയത്. സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ സൂറത്താണ് അല്ലേ? ശരിയാണ്. ക്യാഷ് അവാർഡുണ്ട്. ഓടി വന്നോ? സ്റ്റേജിൽ കയറി വാ. ഈ സമ്മാനം
വാങ്ങുന്നവരാണ് സ്റ്റേജിൽ നിൽക്കേണ്ടത്, സമ്മാനം കൊടുക്കുന്നവരെയാണ് സത്യത്തിൽ താഴെ നിർത്തേണ്ടത്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ നേരെ തിരിച്ചാ. സമ്മാനം വാങ്ങുന്നത് അർഹതയും മികവും തെളിയിക്കുന്ന ആൾക്കാരാണ്. സമ്മാനം കൊടുക്കുന്നത് ജന്മത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളോ കൊണ്ട്, മതത്തിൻ്റെയോ ഒക്കെ കാരണങ്ങൾ കൊണ്ട് അതിനുള്ള അധികാരം ലഭിക്കപ്പെട്ട ചില ആളുകൾക്ക് സമ്മാനം കൊടുക്കാൻ അവസരമുണ്ടാകുന്നു. പക്ഷെ അവരല്ലല്ലോ നാടിൻ്റെ നാളെയുടെ മികവുകൾ, അത് സമ്മാനം വാങ്ങുന്നവരാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൽ അർഹർ താഴെയും അനർഹർ മുകളിലുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ അത് വേണ്ടല്ലോ. നമ്മളീ പറഞ്ഞത് മനുഷ്യർക്കിടയിൽ അങ്ങനെ വിവേചനങ്ങളും വിഭജനങ്ങളും ഇല്ല. ആത്യന്തികമായ ആദിമാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മനുഷ്യ കുലത്തിനിടയിലെന്നാണ്. ഞാനിപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നോടൊരിക്കൽ ഞാൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ ചോദിച്ചു, ഇന്ത്യ മതേതര ഭാരതം എന്ന വാക്കിന് ഒറ്റ വാക്കിൽ ഒരു നിർവചനം ഒറ്റ വരിയിൽ കൊടുക്കാൻ പറഞ്ഞാൽ പ്രദീപ് എങ്ങനെയായിരിക്കും നിർവചിക്കുക എന്നാണ്. ഞാൻ പറഞ്ഞ മറുപടി, ഇന്ത്യയിലെ സിഖ് മതസ്ഥരുടെ പരമോന്നത ആധ്യാത്മിക കേന്ദ്രം, ഇന്ത്യയിലെ ലോകത്തിലെവിടെയുമുള്ള സിഖ് മതസ്ഥരുടെ പരമോന്നത ആധ്യാത്മിക കേന്ദ്രം, നിങ്ങൾ ഹജ്ജിന് പോകുന്നത് പോലെ സിഖ് മതസ്ഥർക്ക് അമൃത്സറിലെ സുവർണക്ഷേത്രമാണ്, ഗോൾഡൻ ടെമ്പിളാണ്. മതേതര ഭാരതത്തെ എങ്ങനെ ഒറ്റ വരിയിൽ നിർവചിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ എന്ന അഭിമാനത്തോടൊരു ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം, ആ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന് അടിക്കല്ല് പാകിയത്, അതിൻ്റെ ശിലാസ്ഥാപനം നടത്തി തറക്കല്ലിട്ടത് ഗുരുനാനാക്കോ ഗുരു ഗോവിന്ദ് സിംഗോ ഗുരു അർജുൻ സിംഗോ ഗുരു തേജ് ബഹാദൂറോ അല്ല, മറിച്ച് ബാബ മീർ മിയാൻ എന്ന മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി പണ്ഡിതനാണെന്ന് അടയാളപ്പെടുത്തുന്നത് ഏത് രാജ്യത്തിലാണോ ആ രാജ്യത്തിൻ്റെ പേരാണ് മതേതര ഭാരതം എന്നാണ്. അതിനുമപ്പുറം നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യത്തെ തുടർന്നുള്ള വിഭജനത്തിൻ്റെ മുറിവുകൾ മാറ്റുവാൻ കൊൽക്കത്തയിലും നവഖലിയിലുമെല്ലാം അർത്ഥനഗ്നനായ ആ സന്യാസി ഗാന്ധിജി ഉണ്ണാവ്രതം നടത്തിയ ആ കാലത്തിന് 6 ദിവസങ്ങൾ പിന്നിട്ട് ഉണ്ണാവ്രതം പൂർത്തിയാക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. കടുത്ത ലഹള നടക്കുന്ന ഒരു കാലത്ത് ആ പ്രദേശത്തെ നവഖലിയിലെ മുറിവുകൾ ഉണക്കിയാണ് അദ്ദേഹം മടങ്ങുന്നത്. അതിനു മുൻപ് അദ്ദേഹം മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ബീബി അംദസലാം എന്ന തന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയോട് പറഞ്ഞു, തുടർ ദിവസങ്ങളിൽ നീയാണ് ഈ നിരാഹാരം തുടരേണ്ടത്. അന്ന് അവർ ചോദിച്ചു, ബീബി അംദസലാം, പിന്നീട് ദേശീയ മൈനോറിറ്റി കമ്മീഷൻ്റെ എല്ലാം സ്ഥാനത്തുണ്ടായിരുന്ന ബീബി അംദസലാം ചോദിച്ചു, ബാപ്പുജി, എന്ത് യോഗ്യതയിലാണ് ഞാൻ അങ്ങയുടെ നിരാഹാരം തുടരേണ്ടത് എന്ന്. അന്ന് ബാപ്പുജി പറഞ്ഞ മറുപടി, നീ എൻ്റെ മകളാണെന്ന് പറയൂ യോഗ്യത അന്വേഷിക്കുന്നവരോട് എന്ന്. പോകുന്നതിന് തൊട്ടു മുൻപിലത്തെ വൈകുന്നേരം ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിൻ്റെ ഭരണകേന്ദ്രങ്ങൾ ചരിത്രത്തിൽ നിന്ന് ചികഞ്ഞെടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. പോകുന്നതിന് മുൻപിലുള്ള സന്ധ്യയ്ക്ക് അന്ന് മഗ്രിബ് കഴിഞ്ഞ് തിരികെ പള്ളിയിൽ നിന്നും മടങ്ങിപ്പോയിരുന്ന ഇസ്ലാം സഹോദരന്മാരെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദു സിഖ് കുടുംബങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ ചേർന്ന് തടഞ്ഞു നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹോദര, വഴിയേറെ നടന്ന് തളർന്നതല്ലേ, ഇതാ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കിയ ഈ കപ്പ് കാപ്പി കുടിച്ചിട്ട് പോകൂ എന്ന്. അന്ന് ആ കാപ്പി ഉണ്ടാക്കാൻ ഗാന്ധിജി ഉപയോഗിച്ച പൊടിയുടെ പേരാണ് മതേതരത്വം നിറഞ്ഞ മനുഷ്യസ്നേഹമെന്ന്, അതിൻ്റെ പേരാണ് ഇന്ത്യ എന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് 49-ാം അധ്യായത്തിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ സഞ്ചരിക്കാം. വിഷ്ണു, എനിക്കൊരു മൂന്നാമതൊരു ചോദ്യം തരൂ. ഇത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്, തീർച്ചയായും. ചോദ്യം ഇതാണ്. ഞാൻ ഈ ആദ്യം കാണിക്കുന്നത് ദ ബൈബിൾ, ദ ഖുറാൻ ആൻഡ് സയൻസ് എന്ന പുസ്തകമാണ്. ഡോക്ടർ മൗറിസ് ബ്യൂക്കൈലിൻ്റെ പുസ്തകമാണ്. അത് ഫറോവ എന്ന് ക്രിസ്ത്യാനിറ്റിയിലും ഫറൂൺ എന്ന് ഇസ്ലാമിക രീതികളിലും വിവക്ഷിക്കുന്ന
ഈജിപ്തിലെ പഴയ ഫറോസ്, അവരുടെ മമ്മികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. റാംസസ് രണ്ടാമൻ്റെ ശരീരമാണ്, അദ്ദേഹത്തിൻ്റെ അവശിഷ്ടമാണ് കെയ്റോയിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും പ്രിസർവ് ചെയ്ത് വച്ചിരിക്കുന്ന മമ്മി റാംസസിൻ്റേതാണ് എന്നൊരു പരക്കെയുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ മൂസ നബിയെയും അനുചരന്മാരെയും വേട്ടയാടുന്നതിനിടയിൽ ചെങ്കടലിൽ വീണ് മരിച്ചത് റാംസസ് അല്ല, മറ്റൊരാളാണ് എന്ന് കൃത്യമായി തെളിയിക്കുകയായിരുന്നു തൻ്റെ രേഖകളിലൂടെയും പഠനങ്ങളിലൂടെയും ഡോക്ടർ മൗറിസ് ബുക്കയിൽ ഖുറാൻ, ബൈബിൾ ആൻഡ് ദ സയൻസ് എന്ന് തുടങ്ങുന്ന പുസ്തകത്തിലൂടെ. അതിൽ അദ്ദേഹം കൃത്യമായി ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തി അത് റാംസസ് അല്ല, റാംസസിൻ്റെ 13ാമത്തെ പുത്രനായ തുടർ ഫറവോ ആണെന്ന്. ആരായിരുന്നു അത്? അതായത് ചരിത്രം അപനിർമ്മിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നേരിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് യെസ്, അല്ല, അവിടെ പറഞ്ഞു. മെർനെപ്ത ശരിയാണോ നോക്കാം. വിഷ്ണു, ഉത്തരം എവിടെ ഉണ്ടോ? ആണല്ലോ. അപ്പൊ സമ്മാന ഭാഗം വരും. മെർനെപ്ത റാംസസ് രണ്ടാമന്റെ 13ാമത്തെ പുത്രനായിരുന്നു മെർനെപ്ത. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നതിലേക്ക് വരാം. വേദിയിലേക്ക് നമ്മൾ ഈ ചരിത്രം അപനിർമ്മിക്കപ്പെടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിനിപ്പോ ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തെക്കുറിച്ചോ ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിലെ സ്മാരകങ്ങളെക്കുറിച്ചോ ആരാധനാലയങ്ങളെക്കുറിച്ചോ ഒന്നും റെഫർ ചെയ്യണ്ട. അതെല്ലാം വളരെ വ്യാപകമായി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ അവിടെ നിന്നെല്ലാം താഴേക്ക് വരാം, നമുക്ക് മലബാറിലേക്ക് വരാം. ചരിത്രം അപനിർമ്മിക്കപ്പെടുന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് മലബാർ കലാപം. മലബാർ കലാപം ഒരു വർഗീയ കലാപമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ അക്ബർ. ഞാനൊരു പാട്ട് കേൾപ്പിച്ചോട്ടെ. വിഷ്ണു, വീഡിയോ തന്നെ അയക്കോ? പന്നിരൂപത്തൊന്നിൽ നമ്മളിൻ മലയാളത്തില് ഒന്ന് ചേർന്ന് വെള്ളയോടെ തീർത്തു നല്ല മട്ടില്. ഏറെ നാട്ടിൻ ധീര മക്കള് ചോര ചിന്തിയ നാട്ടില്, ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില്. വാരിയൻ കുന്നത്ത് വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്ത മൂപ്പരുടെ കൂടെ കൂട്ടമായിയും കോഴി കുത്തും പോലെ അന്ന് പാപ്പമാരേളാപ്പമാർ കോഴിക്കോട്ടിനപ്പുറം ഓരൂതിയ മൂത്താപ്പമാർ. ഇത് അന്ന് ഹിച്ച്കോക്കിന്റെ പ്രതിമയും സ്മാരകവും കെട്ടിയതിനെ തകർക്കുവാനുണ്ടായ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ മുന്നണിപ്പാട്ടാണ്. ചരിത്രം അപനിർമ്മിക്കുമ്പോൾ മലബാർ കലാപം വർഗീയ കലാപമായിരുന്നു എന്ന് പലരും ബോധപൂർവം ഇന്ന് കൊട്ടിഘോഷിക്കാൻ തുടരുമ്പോൾ മലപ്പുറത്തുള്ള മനുഷ്യർക്കത് പ്രതിരോധിക്കുവാൻ ഒരൊറ്റ ഉത്തരം മതി എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മലബാർ കലാപം ഒരു വർഗീയ കലാപമല്ല എന്നും
ഈ സ്വാതന്ത്ര്യ ബോധം നിറഞ്ഞ, ആത്മാഭിമാനം നിറഞ്ഞ ഒരു ജനതയുടെ പാരതന്ത്ര്യത്തിനെതിരെയുള്ള ഉശിരൻ പോരാട്ടമാണ്, അതൊരു മതേതര പ്രക്ഷോഭമാണ് എന്ന് തെളിയിക്കുവാൻ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മതി എന്ന് വ്യക്തിപരമായി കരുതുന്നത് കൊണ്ടാണ് ചരിത്രത്തിൻ്റെ വികൽപ്പനയെ ഈ പുരാതന കഥയിലെ റാംസസിൻ്റെയും അക്കനാട്ടൻ്റെയും മെർനപ്തയുടെയും ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ചോദ്യം ഇതാണ്: മാപ്പിളപ്പാട്ടിൻ്റെ ഇശലും താളവുമുള്ള ഈ പോരാട്ട മുദ്രാവാക്യ ഗാനം എഴുതിയത് ആരെന്നാർക്ക് പറയാം? പറഞ്ഞോ മൈക്കല്, മൈക്ക് കൊടുക്കുന്നേ, അവർക്ക് എല്ലാരും കേക്കട്ടെ. പാടിയത് സെമീർ ബിൻ അല്ലല്ല, അതല്ല. എടാ, ഹലോ, കമ്പളത്ത് ഗോവിന്ദൻ നായർ. മലപ്പുറം കലാപം വർഗീയ കലാപമാണെന്ന് പറയുന്ന, മലബാർ ലഹള വർഗീയ കലാപമാണെന്ന് പറയുന്നവരുടെ ഇരുട്ടുകൊണ്ട് മുഖം മൂടി ധരിക്കുന്നവരുടെ മുഖത്തേക്ക് ഉച്ചത്തിൽ ധീരമായ മനസ്സോടെ, നിർഭയമായ മനസ്സോടെ ഈ നാട്ടുകാർ ഒന്നടങ്കം ഓർമ്മിപ്പിക്കണം. അന്ന് ഈ പോരാട്ടത്തിൻ്റെ മുദ്രാഗാനമായി ഇതെഴുതിയതൊരു മുസൽമാനല്ല, കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന സവർണ ഹൈന്ദവനായിരുന്നു. അതച്ചടിച്ച ദേശാഭിമാനി പത്രം അന്ന് വെള്ളക്കാരൻ കണ്ടുകെട്ടിയെങ്കിൽ ഇതൊരു മതേതര കലാപമാണ് ഈ നാട്ടിൽ ജനിച്ചത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ, ആലി മുസ്ലിയാരുടെ, മമ്പറം തങ്ങളുടെയൊക്കെ പോരാട്ട ഭൂമികയിൽ നടന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ രണഭൂമികയായിരുന്നു, പടയോട്ടമായിരുന്നു എന്ന് ഈ നാടിന് അഭിമാനത്തോടെ തല ഉയർത്തി പറയുവാൻ ചരിത്രത്തിന്റെ ഒരു കൽപ്പനാ കാവ്യമായി ഇത് കാട്ടിയെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഭയങ്കര എളുപ്പമുള്ള ചോദ്യമായിപ്പോയി. ഇത് ഡെസിമൽ സിസ്റ്റത്തിൻ്റെ ഹിന്ദു സംഖ്യകളും അറബ് സംഖ്യകളുമൊക്കെ സത്യത്തിൽ പാശ്ചാത്യ ലോകത്തിന്, പടിഞ്ഞാറൻ ലോകത്തിന് ആഴത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത ആൾജിബ്രയുടെ മഹാനായ പിതാവിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ രൂപവുമാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ ചോദ്യം അതൊന്നുമല്ല. ചോദ്യം, നമ്മൾ ഈ ദൃഷ്ടാന്തം എന്ന് ഖുർആൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ? സത്യത്തിൽ ദൃഷ്ടാന്തമാവുക ഇത്തരം കാര്യങ്ങൾ കൂടിയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറത്തെ ഈ ദിവസത്തിലെ ഈ ലോകത്തിന്, ഈ ലോകമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിരൽത്തുമ്പിൽ വിജ്ഞാനത്തിൻ്റെ വിസ്മയം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ലോകമാണ്. ഇന്ന് അച്ഛനും അമ്മയും മക്കളുമൊക്കെ, നമ്മൾ പഴയകാലത്ത് ഒരുമിച്ച് അത്താഴം കഴിക്കുവാൻ ഒരുമിച്ചിരിക്കും. അച്ഛനും അമ്മയും അടുത്ത വീട്ടിലെ ആളുകളുടെ ചെറിയ പരിദൂഷണങ്ങളൊക്കെ പറയും, മക്കളുടെ പരീക്ഷയുടെ മാർക്ക് ചോദിക്കും, നല്ല കാര്യത്തിന് അഭിനന്ദിക്കും, മോശം കാര്യത്തിന് വഴക്ക് പറയും, ചിലപ്പോൾ സന്തോഷം കൊണ്ടൊന്ന് കവളത്ത് തട്ടും. മക്കൾ കാണാതെ അമ്മ അച്ഛൻ ഒരുള്ള ചോറെടുത്ത് പ്രണയത്തോടെ കൊടുക്കും. ഇതൊക്കെ നടക്കുന്നത് അത്താഴങ്ങളിലാണ്, വൈകുന്നേരത്തെ തീന്മേശകളിലായിരുന്നു. ഇന്നും അത്താഴവും തീന്മേശയൊക്കെ ഉണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആരൊക്കെ ഒപ്പം ഇരുന്നു എന്ന് മഷിയിട്ട് നോക്കി കണ്ടുപിടിക്കണം. കാരണം കഴിക്കുന്നത് ഒരു കൈ ഇങ്ങനെ പോകുമെങ്കിലും മറ്റേ വിരലും കണ്ണും മുഴുവൻ ഈ മാർട്ടിൻ കുയിപ്പർ കണ്ടുപിടിച്ച മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഫേസ്ബുക്കിലും അമ്മ വാട്സപ്പിലും ഒക്കെയാണ് ആഹാരം കഴിക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെയുള്ള വീടക കൂട്ടായ്മകളുടെ എല്ലാം സമയം നമ്മുടെ മൊബൈൽ ഫോൺ അപഹരിക്കുന്നു. ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് APSLMൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ദീപ്തമായ ഈ വൈകുന്നേരത്തിൽ നിങ്ങളെ ഇത്രയും പേരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കൂടി ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മറച്ചു വയ്ക്കാതെ വിനയത്തോടെ ഒരു അഭ്യർത്ഥന, നമുക്ക് വേണ്ടിയല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇവിടെയുള്ള അച്ഛനമ്മമാരോട് ഞാൻ നടത്തിക്കോട്ടെ. നിങ്ങളിനി എത്ര വില കൂടിയ പുസ്തകവും സമ്മാനവും വാഹനവും നല്ല ഫുഡും സിനിമാശാലയിലെ റിക്ലൈനർ സീറ്റും ഒക്കെ വാങ്ങിക്കൊടുത്താലും എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് തന്ന വിലപിടിച്ച സമ്മാനം നിങ്ങൾ അവർക്കിപ്പോൾ കൊടുക്കുന്നില്ല. ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മറ്റൊന്ന് അവർ നമുക്ക് തന്നിരുന്നു, അത് അവരുടെ സമയമാണ്. നമ്മളോടൊപ്പം കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും അവർ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇന്നത്തെ രക്ഷകർത്താക്കൾ, ഞാനടക്കം, മക്കളോട് കളിക്കാൻ, ചിരിക്കാൻ, സംസാരിക്കാൻ, ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. അമ്മമാർ വിശിഷ്യ
കഴിയുമെങ്കിൽ ഒരു ദിവസം 1.5 മണിക്കൂർ നേരത്തേക്കെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ വൈകുന്നേരത്തിൽ പൂർണ്ണമായി സ്വിച്ച് ഓഫ് ചെയ്ത് ആ 1.5 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലെ ചിത്രശലഭങ്ങളായ മക്കളോട് സംസാരിക്കാനും അവർക്ക് കഥകളും വാർത്തകളും പഠിപ്പിച്ചു കൊടുക്കാനും അവരുടെ സന്തോഷവും സങ്കടവും കേൾക്കാനും വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുമെന്ന് ഈ ദിവസം ഇവിടെയുള്ള അമ്മമാർ പ്രതിജ്ഞയെടുത്താൽ APS ലെവിനെ പോലുള്ള ഒരാളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ നാടിൽ ഈ സമ്മേളനത്തിന് മറ്റൊന്നും കൂടുതലായി സംഭാവന ചെയ്യാനില്ല എന്ന് വിനയത്തോടെ എൻ്റെ ഒരു അഭ്യർത്ഥന പോലെ നിങ്ങളോട് പറഞ്ഞോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ്. ഇന്ന് അങ്ങനെ ഒരു കാലമാണ്, എന്തും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലം. പക്ഷെ ഈ കാലം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെ വഴക്കിയെടുക്കാം, എങ്ങനെ തങ്ങൾക്ക് സ്വാധീനത്തിലാക്കാമെന്ന് ഈ കാലം ശ്രമിക്കുന്നത്, ഭരണകൂടങ്ങൾ പോലും ശ്രമിക്കുന്നത് ഒരു പ്രത്യേക വാക്കിനെ കുറിച്ചാണ്. ആ വാക്കിൻ്റെ എറ്റിമോളജി, ആ വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായത് ഇതാ ഈ മഹാനായ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, വൈദേശികമായ മാത്രമല്ല നമ്മുടെ രാജ്യത്തിലും ഏറ്റവും കൂടുതൽ പണം കീഴടക്കാൻ ചിലവഴിക്കപ്പെടുന്ന ഒരു വാക്കാണത്. ഏതാണ് ആ വാക്ക്? അൽഗോരിതം. അൽഗോരിതം. വാ ഓടി വാ. അൽഗോരിതം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ മാത്രമല്ല സർവ്വതിൻ്റെയും അൽഗോരിതം തങ്ങൾക്ക് വഴക്കത്തിലാക്കാൻ, തങ്ങൾക്ക് വശപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് അല്ലേ? ആ അൽഗോരിതം എന്ന വാക്കുണ്ടായത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ്. മുഹമ്മദ് ബിൻ മൂസ അൽ ഖ്വാരിസ്മിയാണ്. അൽ ഖ്വാരിസ്മിയുടെ പേരിൽ നിന്നാണ് അൽഗ്വാരിതം എന്ന വാക്കുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളൊക്കെ ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്തു. ആൽജിബ്രയുടെ പിതാവാണ് അദ്ദേഹം. ശരി, എന്താ പേര്? ഹാദി ഹുന്നാസ്. ഹാദി ഹുന്നാസ്. ഹാദി. എന്താ മൊബൈൽ ഫോണില്ലേ? ഇന്ന് മുതൽ ദിവസം 1 മണിക്കൂർ എനിക്ക് വേണ്ടി വൈകുന്നേരം മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുകയും പുസ്തകത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യാമോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് പോയി കഴിഞ്ഞാലേ എനിക്ക് 6 മണിക്കാണ് സമയം. 6:10 ആകുമ്പോൾ മഗ്രിബ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പരിപാടി തീർക്കണം. അതുകൊണ്ട് കഴിയുന്നത് സ്പീഡിൽ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വിഷയം. ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി ചരിത്രം പരിശോധിക്കുമ്പോൾ അൽ കൂഹയിൽ, ദ സ്പിരിറ്റ് എന്നതിൽ നിന്നാണ്, അസീറിയൻ കാലഘട്ടത്തിൽ നിന്നാണ് സത്യത്തിൽ ആ വാക്ക് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ്. ലഹരിയുടെ ആലസ്യത്തിൽ മുങ്ങിക്കിടന്നുപോയ ഒരു സമൂഹത്തിന് ജീവിത വിശുദ്ധിയുടെ വഴികാട്ടിയ ഒരു ദർശനമാണ് ഇസ്ലാമിൻ്റേത്. ലഹരി കൊണ്ട് മുറിവേൽക്കപ്പെടുന്നവൻ, ലഹരി കൊണ്ട് മരിക്കുന്നവൻ ഒരാൾ മാത്രമല്ല, ആ കുടുംബത്തെയും ആ സമൂഹത്തെയും തന്നെ അവനോടൊപ്പം മരിക്കാൻ നിർബന്ധിതമാക്കുന്നു എന്നാണ്. ആരോഗ്യവും സമ്പത്തും മാത്രമല്ല, അവൻ്റെ സാമൂഹിക അംഗീകാരങ്ങളും സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും സർവവും നശിച്ച് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നീചമായ മരണത്തിലേക്ക് അവനെ തള്ളിവിടുന്നത് ലഹരിയാണ്. ലഹരിയിൽ നിന്ന് മുക്തമാക്കപ്പെടുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ 10-14 വർഷങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിക്കുമായിരുന്ന, മദ്യം എന്ന ലഹരി ഉപയോഗിക്കുമായിരുന്ന ഒരാളാണ് ഞാൻ. പല മാധ്യമങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെളിപാട് പോലെ അത് അവസാനിപ്പിച്ച നിമിഷം മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് നിർത്തിയെന്ന് മാത്രമല്ല, എൻ്റെ വാക്കുകൾ കൊണ്ട് 8ഓളം കുടുംബങ്ങളെ, 8ഓളം പേരെ ഇതിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാനും 8 കുടുംബങ്ങളിലെ സ്ത്രീകളുടെ പ്രാർത്ഥനയിൽ അവരുടെ ചിന്തയിൽ ഇടം പിടിക്കുവാനും കഴിഞ്ഞു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും പുതിയ പുസ്തകവും ഇതിനെക്കുറിച്ചാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ചോദ്യം ഇതാണ്: ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൃത്യമായി ഖുർആനിൽ പ്രതിപാദിക്കുന്ന സൂറത്ത് ഏതാണ്? പറക കൊടുക്കും. ആരാ പറഞ്ഞേ? സൂറത്തുൽ മാഇദ. വരൂ.
പക്ഷേ എന്തിനാണ് ഈ വിഷയം ചോദിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുട്ടികളോടും കൂടി ഓർമ്മിപ്പിക്കാനാണ്. ലഹരി എന്ന വാക്ക് വലിയ കുഴപ്പമുള്ള വാക്കല്ല. എന്താണ് ലഹരി എന്ന് മനസ്സിലാകാതിരിക്കുമ്പോഴാണ് അവിടെ മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവും ഒക്കെ കടന്നു വരുന്നത്. ജീവിതത്തിലെ യഥാർത്ഥ ലഹരി എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള അവസരം കൂടിയായി ഈ വൈകുന്നേരത്തെ നമ്മുടെ കുട്ടികളിൽ ചിലർക്കെങ്കിലും കാണാൻ കഴിയണം. 2 ലഹരികൾ ജീവിതത്തിലുള്ളത്. ഒന്ന് ജീവിതം എന്ന ലഹരി തന്നെയാണ്. ജീവിതം എന്ന കയറ്റിറക്കങ്ങളെ അറിഞ്ഞും അനുഭവിച്ചും പ്രതിരോധിച്ചും മുന്നോട്ട് പോകുന്നത് ഒരു ലഹരിയാണ്. അത് ചങ്ങമ്പുഴ വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവ മുഴുകട്ടെ എന്നൊക്കെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തൊരു ലഹരിയുണ്ട്. ആ ലഹരിയെക്കുറിച്ച് പറഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ലഹരിയെക്കുറിച്ച് പറഞ്ഞ് അവതീർണമായതാണല്ലോ പരിശുദ്ധ ഖുർആൻ. വായിക്കുക, അറിയുക എന്നതിനേക്കാൾ കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന മറ്റൊരു ലഹരിയും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് നമ്മുടെ കുട്ടികളെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. വായനയും അറിവും നമ്മളിലുണ്ടാക്കുന്ന അത്ഭുതകരമായ ചില മുഹൂർത്തങ്ങളും ചില ലഹരികളുമുണ്ട്. ഇപ്പോൾ പുരുഷന്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചുവെന്ന് കരുതിയിരുന്ന ഗാലന്റെ സിദ്ധാന്ത കാലത്ത് ആ മൂഢത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ശവക്കോട്ടകളിലെ സെമിത്തേരികളിൽ പാതിരാത്രികളിൽ ചെന്നൊരു മോഷ്ടാവിനെ പോലെ മൃതദേഹങ്ങൾ മോഷ്ടിച്ച് കീറി മുറിച്ച് പരിശോധിച്ച് വാരിയലുകളുടെ എണ്ണം തുല്യമാണെന്ന് കണ്ടെത്തിയ അനാട്ടമിയുടെ പിതാവായ ആന്ത്രേ വെസേലിയസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗുമ്മുണ്ടല്ലോ. വിജ്ഞാനത്തിന് വേണ്ടി ഇത്തരം വിപ്ലവങ്ങൾ നടത്തിയ മനുഷ്യരെ കൊണ്ടാണല്ലോ നമ്മുടെ സമൂഹം ഉണ്ടായത് എന്ന് വായിക്കുന്നതാണ് ഏറ്റവും വലിയ ലഹരി എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ നമ്മൾ മനുഷ്യ പരിണാമത്തിലെ മറ്റൊരു സത്യവും തിരിച്ചറിയും. അത് രാമാപിത്തക്കസും ആസ്ട്രലോപിത്തക്കസും നിയണ്ടർതാലും ക്രൊമാഗ്നനും ഹോമോ ഇറക്റ്റസും ഹോമോ സാപ്പിയനുമായുള്ള പരിണാമ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ ആയിക്കഴിഞ്ഞിട്ടും ആദ്യത്തെ മനുഷ്യൻ ജനിച്ചിട്ടും സത്യത്തിൽ ആദ്യ മനുഷ്യൻ ജനിച്ചത് അങ്ങനെ രൂപം കൊണ്ട് മനുഷ്യനുണ്ടായപ്പോഴല്ല. രൂപം കൊണ്ടുണ്ടായവനല്ല ആദ്യത്തെ മനുഷ്യൻ. വാലു പോയിട്ടും വാനരൻ സത്യത്തിൽ നരനായില്ല. വാലുപോയി, രൂപം വന്നു, മനുഷ്യൻ്റെ ഇന്ന് കാണുന്ന ശാരീരിക ഘടനകളെല്ലാം വന്നിട്ടും മനുഷ്യൻ ജനിച്ചില്ല. ദ ഫസ്റ്റ് മാൻ ഓൺ ദ എർത്ത് അതെപ്പോൾ ജനിച്ചുവെന്ന ചോദ്യം, അതിനുത്തരം മറ്റൊന്നാകണം. അത് മാൻ കണ്ടിന്യൂഡ് ടു ബി ആൻ ape and he ceased to be an ape on the day the first book was written on the face of the world. മനുഷ്യൻ രൂപം മാറിയിട്ടും നരനാകാതെ വാനരനായി തന്നെ തുടർന്നു. വാനരനിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായി ഉയർത്തെഴുന്നേറ്റത് ഈ ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട നിമിഷത്തിലാണ് ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് എന്നുകൂടി നമ്മുടെ മക്കളെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. വിഷ്ണു, അടുത്ത ചോദ്യം. ഇത് നേരിട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പദപ്രയോഗത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഖുർആനിലേക്ക് പോകാൻ കഴിയുമെന്ന് വരില്ല. ചോദ്യം ഇതാണ്. നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ് ഇദ്ദേഹം നമ്മുടെ ക്രെയ്ഗ് കൺസിഡൈൻ നടത്തിയത്. ക്രെയ്ഗ് കൺസിഡൈൻ അദ്ദേഹത്തിൻ്റെ ന്യൂസ് വീക്കിൽ പ്രകാശിപ്പിച്ച ഒരു ലേഖനം ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു ലേഖനമാണ്. Can the power of prayer alone stop a pandemic like the coronavirus? Even the Prophet Muhammad thought otherwise. ഇതായിരുന്നു ആ ലേഖനം. പ്രാർത്ഥന കൊണ്ട് മാത്രം കൊറോണ പോലൊരു പകർച്ചവ്യാധിയെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമോ? ഇല്ല എന്നാണ് പ്രവാചകൻ പോലും ചിന്തിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ക്രെയ്ഗ് കൺസിഡൈൻ്റെ. ആ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്കെല്ലാം ഉപരിയായി ഈ കാലഘട്ടത്തിൽ, രോഗത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ്. അത് ക്ഷയരോഗം ബാധിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നവർക്ക്, രക്തസാക്ഷിത്വം വരിച്ചവർക്ക് തുല്യമായ പദവി സ്വർഗത്തിൽ ലഭിക്കും. അങ്ങനെ ഇല്ലേ ഒരു നിർദ്ദേശം? ഇല്ലേ അക്ബർ? ഉണ്ട്.
പിന്നീടുള്ള ചരിത്രത്തിൽ പ്ലേഗ് ബാധ ലോകത്തിൽ പടർന്നപ്പോഴുള്ള ഈജിപ്തിലെ ഭരണാധികാരികളും ഈ നിർദ്ദേശം ഉന്നയിച്ചിരുന്നു. അവർക്കൊക്കെ പ്രചോദനമായത് ഖുറാനിൽ നിന്നുള്ള ആ ദർശനമാണ്. അത് ഒരു പ്രത്യേക സാമൂഹ്യ രീതി അവലംബിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ ദൃഷ്ടാന്തം എന്ന വാക്ക് പറഞ്ഞല്ലേ ഉള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സാമൂഹ്യ സുരക്ഷയുടെ ഒരു ദർശനം കൃത്യമായി അവതരിപ്പിച്ചത് ഖുറാനിലൂടെയാണ് എന്ന് പറയാം. എന്തിനെക്കുറിച്ചാണ് ഈ ലേഖനം, അല്ലെങ്കിൽ ഖുറാൻ ആദ്യമായി അവതരിപ്പിച്ചതെന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമല്ല ഇതുകൂടി വേണം എന്ന് പ്രവാചകൻ പോലും നിഷ്കർഷിച്ചു അന്ന് എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? എഴുന്നേറ്റ് എന്ന ആളുടെ അവസരം കൊടുക്കാം. ക്വാറന്റൈൻ ആദ്യം നിഷ്കർഷിച്ചത് പരിശുദ്ധ ഖുറാനിലാണ് എന്ന വെളിപ്പെടുത്തലിനേക്കാൾ കൂടുതൽ മാനവ വിജ്ഞാനത്തിൻ്റെ ശാസ്ത്ര വഴികളുടെ സൂര്യവെളിച്ചമാണ് ഖുറാൻ എന്ന ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തെ എനിക്ക് സാധൂകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ പ്രാർത്ഥന എന്നതുപോലെയാണ് കർമ്മത്തിലുള്ള കൃത്യതയും. ജീവിതത്തിൽ സ്വന്തം കർമ്മത്തെയും പ്രാർത്ഥനാ നിർഭരമായ വ്രതമായി കാണുന്നവരുടേത് കൂടിയാണ് ലോകം എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ഞാൻ ആദ്യം നീ ഉപാധികളില്ലാത്ത അധ്വാനം എന്നാണ് ശ്രീ അസ്ലമിനെ കുറിച്ച് പറഞ്ഞത്. നിരുപാധികമായി സ്വകർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയുക കൂടി പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത ചോദ്യം. ആയിരത്തി 1908 ഈ റെയിൽ ആരംഭിച്ചത്. കെയ്റോയിൽ നിന്ന് മദീന വരെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ റെയിൽവേയുടെ പേര് പറയാമോ? ഹെജാസ് റെയിൽവേ. ആരാ പറഞ്ഞേ? വാ 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 വാ, ഇത് ഹെജാസ് റെയിൽവേ ആണ്. വരൂ വരൂ. നമ്മൾ ഈ കർമ്മത്തിലുള്ള കൃത്യത, അല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. കർമ്മത്തിലുള്ള കൃത്യത എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. കർമ്മത്തിലുള്ള കൃത്യത ഉപാധികളില്ലാതെ പ്രവർത്തിക്കുന്നത് ആണ് പ്രാർത്ഥന എന്നും പറഞ്ഞല്ലോ. ഞാൻ ഉത്തരം പറയാം എന്ന് 5 പേർ ആലോചിക്കുന്നതിലല്ല, ഉത്തരം പറയുന്നതിലാണ് കർമ്മം കൃത്യമായി പ്രാവർത്തികമാക്കപ്പെടുന്നത്. അടുത്ത അവസരമുണ്ട്. റെയിൽവേ, അത് നമ്മൾ വിജ്ഞാനവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണെന്ന് പറയാറുണ്ടല്ലോ. അറിവ് ഒരു വലിയ ഇബാദത്താകും. പക്ഷെ എന്താണ് അറിവ്, അല്ലെങ്കിൽ ഇബാദത്താകുന്ന അറിവെന്ത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പരീക്ഷയിലൊക്കെ നമുക്ക് ജയിക്കാൻ അറിവ് വേണം, A+ ഒക്കെ കിട്ടാൻ അറിവ് വേണം, അല്ലേ അക്ബർ? പക്ഷെ ജീവിതത്തിൽ A+ കിട്ടാൻ വേറൊരു അറിവ് വേണം. ആ അറിവ് കൊണ്ട് പരീക്ഷയിൽ A+ കിട്ടിയെന്ന് വരില്ല. ആ 2 അറിവുകൾ ചേരുന്നതാണ് മിടുക്ക് അല്ലെങ്കിൽ വിസ്ഡം ഒക്കെ ആകുന്നത്. ഞാൻ ഈ 2ാമത്തെ അറിവിനെയാണ് ശ്രേഷ്ഠമായ ഇബാദത്താകുന്ന വിജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. തീവണ്ടി എന്ന് കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഈ കുട്ടികളോട് പറയും, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നത് വേണം, നല്ലതാണ്, നിങ്ങൾ മിടുക്കന്മാരാകണം. പക്ഷെ അതിനപ്പുറം ഒരു അറിവുണ്ട്. കാരണം ഈ പരീക്ഷയിലെ അറിവ് നമ്മൾ എവിടെയാ സൂക്ഷിക്കുന്നേ? ഇപ്പൊ ഗാന്ധിജി എവിടെയാ ജനിച്ചേ? കേട്ടില്ല, ഉറക്കെ പറയുന്നേ. പോർബന്ദർ. എവിടെയാ അത്?
ഗുജറാത്ത്. എന്നാ ജനിച്ച? എന്നാ? 1869 ജനുവരി 10 ഒക്ടോബർ 2. പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ചോദ്യമാണ്. ഗാന്ധിജി ജനിച്ചു എപ്പോ, എവിടെ? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ 1 മാർക്ക് കിട്ടി. PSC ടെസ്റ്റിനും 1 മാർക്ക് കിട്ടി. ഞാനാകുന്ന അല്ലെങ്കിൽ എന്നെ പോലുള്ള മറ്റു മണ്ടന്മാരും ഞാനും പലയിടങ്ങളിൽ നടത്തുന്ന ക്വിസ് മത്സരമുണ്ട്. അപ്പോൾ ഇന്ത്യക്കപ്പുറത്ത് സൗദിയിൽ, അറേബ്യയിൽ, കഴിഞ്ഞ മാസം റിയാദിൽ കേളിയുടെ ഈ ക്വിസ് നടത്തുമ്പോൾ ഗാന്ധിജി എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഉത്തരം പറഞ്ഞാലേ 10 പോയിന്റ് കൊടുക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം ഇത് പോയിന്റിന് വേണ്ടിയുള്ള അറിവാണ്, മാർക്കിന് വേണ്ടിയുള്ള അറിവാണ്, ശരിയായ അറിവുമാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഇതെവിടെയാണ് നമ്മൾ ഈ അറിവ് ശേഖരിച്ചു വെച്ചത്? കയ്യിലാണോ? അതാണ് തലച്ചോറിലാണ്. സഹോദരി പറഞ്ഞതുപോലെ തലച്ചോറിലാണ്. ഇത് തലച്ചോറിൽ ശേഖരിച്ചു വെച്ച അറിവ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതും, മത്സരത്തെ ടെസ്റ്റിന് എഴുതും, ക്വിസിന് പറയും, നല്ലത്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ പരീക്ഷണമാകുന്ന പരീക്ഷയല്ല, ജീവിതം എന്ന വലിയ പരീക്ഷണത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ണാനില്ലാത്ത ഉടുക്കാനില്ലാത്ത മനുഷ്യരെ കൺമുമ്പിൽ കാണുമ്പോൾ, കടത്തിണ്ണയിൽ അസ്വസ്ഥരായി രോഗികളായി കിടക്കുന്ന വൃദ്ധരായ അച്ഛനമ്മമാരെ കാണുമ്പോൾ, ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ സമൂഹത്തിൻ്റെ ദൂരതീരത്തിലേക്ക് ആട്ടിയകറ്റപ്പെടുന്ന സഹജാതരായ മനുഷ്യരെ കാണുമ്പോൾ, പുറത്തേക്ക് മാറ്റപ്പെടുന്ന, പട്ടികകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, വിവേചിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും: ഗാന്ധിജി എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു? മാർക്കൊന്നുമില്ല. ഇവരെ കാണുന്ന നോവുന്ന വേവുന്ന മനുഷ്യരെ കാണുമ്പോൾ, നിറയുന്ന കണ്ണുകളെ കാണുമ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നു: ഗാന്ധിജി എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു? അപ്പോൾ ഉത്തരം പറയുന്നത് ഈ തലച്ചോറിലെ ഒക്ടോബർ 2 പോർബന്തർ ഗുജറാത്ത് 1869 അതല്ല. അപ്പോൾ ഉത്തരം മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല, ഉത്തരം മനസ്സിൽ നിന്ന് മറ്റൊന്നായി വരും. ആ ഉത്തരം ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2 1869 പോർബന്തറിലല്ല, ഗുജറാത്തിലല്ല, 1893 ജൂൺ 8 ഇടിയും മിന്നലും നിറഞ്ഞും പടർന്നും കത്തിയ ഒരു മഴക്കാല രാത്രിയിലാണ് ഗാന്ധിജി ജനിച്ചത് എന്നൊരു ഉത്തരം അപ്പോൾ മനസ്സ് പറയും. മനസ്സ് പറയുന്ന ആ ഉത്തരം പോർബന്തറിലല്ല, ഗുജറാത്തിലല്ല, മറിച്ച് 1893 ജൂൺ 8 മഴക്കാല രാത്രിയിൽ ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലല്ല, ഇന്ത്യയിലുമല്ല, മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മെരീസ്ബർഗ് എന്നു പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലൊരു തീവണ്ടിയിൽ നിന്ന് നിറം കറുപ്പായതിൻ്റെ പേരിൽ കറുത്ത വർഗക്കാരൻ കയ്യിൽ 1-ാം ക്ലാസിൻ്റെ ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് ആട്ടിയോടിക്കപ്പെട്ട ആ നിമിഷത്തിൽ നിറത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന, വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകും തൻ്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിൽ മോഹൻദാസ് കരംചന്ദ് മരിച്ചു, അവിടെ ഗാന്ധിജി ജനിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരറിവുണ്ട്. അത് മനസ്സിനോട് പറയുന്ന ഒരറിവാണ്. അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനല്ലല്ലോ, കൺമുന്നിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോൾ പിറക്കുന്ന ആ അറിവുണ്ടല്ലോ, അല്ലെങ്കിൽ ഇൻഫർമേഷനിൽ നിന്ന് വിസ്ഡത്തിലേക്കുള്ള സഞ്ചാരം, കേവലമായ അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള ആ യാത്രയും ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ടത് തന്നെ. അത് ഈ തീവണ്ടി കണ്ടപ്പോൾ പറഞ്ഞതാണ് ഹെജാസ് റെയിൽവേ. ശരിയായ ഉത്തരം വിഷ്ണു. അടുത്ത ചോദ്യം. എന്നെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടുത്തിയ ഒരു കവിത ഇതാ, ആ കവിതയിലെ വരികൾ: As you prepare your breakfast, think of others. Do not forget the pigeons' food. നിങ്ങൾ പ്രാതൽ തയ്യാറാക്കുമ്പോൾ അപരരെക്കുറിച്ചും ചിന്തിക്കുക, മറക്കരുത് നിങ്ങളുടെ പ്രാവുകൾക്കുള്ള ഭക്ഷണം. As you conduct your wars, think of others. Do not forget those who seek peace. നിങ്ങൾ യുദ്ധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, മറക്കരുത് സമാധാനം ആഗ്രഹിക്കുന്നവരെ കുറിച്ച്. As you pay your water bill, think of others, those who are nursed by clouds.
നിങ്ങൾ നിങ്ങളുടെ വാട്ടർ ബില്ലുകൾ അടയ്ക്കുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. മേഘങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവരെ മറന്നുപോകരുത്. ചെടികളെ, as you return home to your home, think of others. Do not forget the people of the camps. നിങ്ങൾ വീടുകളിലേക്ക്, സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നവരെ മറന്നു പോകരുത്. As you sleep and count the stars, think of others, those who have nowhere to sleep. നിങ്ങൾ ഉറങ്ങുമ്പോൾ നക്ഷത്രങ്ങളെ എണ്ണുമ്പോഴും ചിന്തിക്കുക മറ്റുള്ളവരെ കുറിച്ച്, ഉറങ്ങാൻ തലചായ്ക്കാൻ ഇടമില്ലാത്തവരെ കുറിച്ച്. As you liberate yourselves in metaphor, think of others, those who have lost the right to speak. നിങ്ങൾ വാക്കടയാളങ്ങളിൽ, നിങ്ങളുടെ വാക്കിൻ്റെ അലങ്കാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ സംഭാഷണത്തെ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. സംസാരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട, നാവറുക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. As you think of others far away, think of yourself. If only I were a candle in the dark. നിങ്ങൾ ദൂരെയാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം നിങ്ങളിൽ നിന്ന് ദൂരെയായി മാറപ്പെടുമ്പോൾ, മറ്റുള്ളവർക്കെല്ലാം നിങ്ങളിലേക്കുള്ള അടുപ്പം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇരുട്ടിൽ ഞാനെങ്കിലും ഒരു മെഴുകുതിരിയായിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോവുക എന്ന്. ഇതാരുടെ വരികളാണ്? മഹ്മൂദ് ദർവേഷ്. മഹ്മൂദ് ദർവീഷ്, വരൂ വരൂ വരൂ. പാലസ്റ്റീൻ്റെ വിമോചന കവിതയിലെ വജ്രത്തിളക്കമുള്ള സൂര്യരശ്മികൾ കുടയോനായ മഹ്മൂദ് ദർവീഷിന്റെ വരികളാണിത്. ശരി, വരൂ. ദർവീഷിന്റെ കവിതയ്ക്ക് വേണ്ടി ഒരു കരഘോഷം മുഴക്കാം നമുക്ക്. വിഷ്ണു, നെക്സ്റ്റ്. അതൊരു വളരെ എളുപ്പമുള്ള സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആയിപ്പോയി. ക്ലിയർ വിക്ടറി അല്ലെങ്കിൽ ഫാത്തുൽ മുബീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഏത് ട്രീറ്റിയാണ്? യെസ് മോനെ, വാ 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 വാ. ഹുദൈബിയ ട്രീറ്റി. സന്ധി ചെയ്യുക എന്നത് പരാജയപ്പെടുകയല്ല എന്ന് പ്രഖ്യാപിച്ച നിമിഷമാണ് ദ ക്ലിയർ വിക്ടറി, അല്ലെങ്കിൽ സുതാര്യമായ വിജയമായി ഒരു സന്ധി പ്രഖ്യാപിക്കപ്പെടുന്നത്, അല്ലേ? ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ സന്ധിക്ക് വിധേയരാകണം. ചെസ് കളിക്കോ? അറിയില്ല. ചെസ് അറിയാലോ? ചെസ് ലോകത്തിൽ ഇന്നുവരെ ഒരു അന്തർദേശീയ മത്സരത്തിലും മുന്നോട്ട് മാത്രം കരുക്കൾ നീക്കി ആരും ഒരു ചെസ് മത്സരവും വിജയിച്ചിട്ടില്ല. ശരിയല്ലേ? ഹുദൈബിയ ട്രീറ്റി ക്ലിയർ വിക്ടറി ആകുന്നതിന് അത്തരം ചില കാര്യങ്ങൾക്കുള്ള നിഷ്കർഷയാണ്. ജീവിതത്തിൽ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും പിൻവാങ്ങേണ്ടിടത്ത് പിൻവാങ്ങാനും കഴിയുന്നവനാണ് ശരിയായ മനുഷ്യരെന്ന് അനുശാസിക്കുന്ന ചരിത്ര പാഠപുസ്തകം കൂടിയാണ് ഹുദൈബിയ ട്രീറ്റി, അല്ലേ? ശരി, നെക്സ്റ്റ് പ്ലീസ്. ഡയറക്റ്റ് ചോദ്യമാണ്. നിങ്ങൾ ഈ കണ്ടത് എന്താണ്? ഇതെവിടെയാണ്? ഇതിന്റെ പേരെന്താണ്? ഇതെവിടെയാണ്? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഖുറാൻ പ്രിന്റിംഗ് പ്രസ്, മദീന. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഏറ്റവും വലിയ പ്രിന്റിംഗ് പ്രസ് ഖുറാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ പ്രിന്റിംഗ് പ്രസ് ആണ് ഇത്, കിങ് ഫഹദ് പ്രിന്റിംഗ് പ്രസ്. വരൂ വരൂ. അവന് നേരത്തെ ക്യാഷ് കൊടുത്തില്ലേ? ഇല്ലേ? നീ തന്നെയാണോ അവിടെ 5 പേർക്ക് ഉത്തരം പറഞ്ഞു കൊടുത്ത് ക്യാഷ് വാങ്ങിക്കുന്നത്? അല്ല, ബാ. ആണോ? തേർഡ് വന്നിരുന്നു. അതും ഖുറാൻ ക്യൂസ് ആയിരുന്നോ? ജനറൽ ക്യൂസ് ആയിരുന്നു. ഓ ഓ, എന്താ പേര്? മുഹമ്മദ് അസ്ലം. അസ്ലർ. മുഹമ്മദ് അസ്ലറിന് ഖുറാനിൽ മാത്രമല്ല പാണ്ഡിത്യം കേട്ടോ. ഒരു ജനറൽ ക്യൂസ് മത്സരം മലബാറിൽ ഞാൻ കഴിഞ്ഞ വർഷമാണോ 3-4 വർഷം മുമ്പ്
നടത്തിയ ഒരു മത്സരത്തിൽ അതിൻ്റെ പ്രിലിമിനറിയിലും വിജയിച്ച് ഫൈനലിൽ പ്രവേശിച്ച് അതിൽ 3-ാം സമ്മാനം കരസ്ഥമാക്കി. അനുജ ഇപ്പോഴാണ് കാണുന്നത്. ശരി, അപ്പോൾ നെക്സ്റ്റ് പെട്ടെന്ന് കൈപോക്കണേ. എല്ലാം ഒരു വശത്ത് നിന്ന് വേണ്ട. ഇനി ലേഡീസ് അല്ല ഇത്രയും നേരം പറഞ്ഞത്. ഇനി 50 വയസ്സിന് മുകളിൽ 60-ന് മുകളിലുള്ളവർക്ക് മാത്രം. പ്രവാചകന്റെ പാദം സ്പർശിക്കുന്നതിന് മുൻപ് ഈ സ്ഥലത്തിന് എന്തായിരുന്നു പേര്? ആരാ പറഞ്ഞേ? 60 വയസ്സിന് മുകളിലായോ? എങ്കിൽ ആർക്കാണ് എനിക്ക് 60-ന് മുകളിലായി എന്ന് ധൈര്യത്തോടെ പറയാൻ ഇഷ്ടമുള്ളത് ആ ആളിന് വരാം. അറുപതായോ? സമ്മതിക്കണം 60-ആയി ഇല്ല. ആണോ? അറിവിൻ്റെ യാത്രാ വഴികളിൽ ഞാൻ ആരുടെ പേരിൽ അറിവുന്നയിച്ചോ അവരുടെ സാഹോദര്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അസ്ലമിൻ്റെ പെങ്ങളെ ഇവിടെ കാണാൻ കഴിയുമ്പോൾ. യെസ്, അടുത്ത ചോദ്യം. ഈ ചെറുപ്പക്കാരൻ്റെ പേര് സ്വാനന്ദ് കാടം എന്നാണ്. അതൊന്നും നമ്മുടെ വിഷയമല്ല. മിടുക്കനാ, അവനെ കാണാൻ തന്നെ ഒരു മിടുക്കുണ്ടവന്. നമ്മൾ ഈ ബേസിക്, കോബോൾ, അഡ എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇൻഡിജിനസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ടാക്കിയത് ഈ ചെറുപ്പക്കാരനാണ്, സ്വാനന്ദ് കാടം. ഹിന്ദിയിൽ വരെ ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ആ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ പേരിന് അർത്ഥം ടോക്ക്, സംഭാഷണം, സംസാരം എന്നൊക്കെ തന്നെ. ഒരു ഇസ്ലാമിക ദാർശനികതയിൽ അതിനെ, ആ വാക്കിൻ്റെ അർത്ഥത്തെ നമ്മൾ വിശ്ലേഷണം ചെയ്താൽ റാഷണൽ ഡിബേറ്റ്, പൊരുളന്വേഷണം, ചിന്താപരമായ സംവാദം എന്നൊക്കെയാണ് സത്യത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കാണ് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിന് ഈ സ്വാനന്ദ് കടമിട്ട പേര്. ആ വാക്കെന്ത് എന്നറിയുവാൻ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ കൂടി തരാം. ഒഡീഷയിലുള്ള ഈ ദ്വീപിന്റെ പേരും ആ വാക്കാണ്. കലാം. രണ്ടുപേരും വാ. കലാം. APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കാണ് ഒഡീഷയിലെ വീലർ ഐലൻഡ് എന്ന് പണ്ട് പേരുണ്ടായിരുന്ന ഈ ദ്വീപിന് പേര് കലാം ഐലൻഡ് എന്നാണ്. ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ഏക ഇൻഡിജിനസ് കമ്പ്യൂട്ടർ ലാംഗ്വേജിന് സ്വാനന്ദ് കടം എന്ന യുവാവിട്ട പേര് കലാം എന്നാണ്. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ പേര് APJയുടെ ഓർമ്മയ്ക്ക്, അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്ക് കലാം എന്നാണ്. നമ്മളിവിടെ വിജ്ഞാനത്തിൻ്റെ വഴികളെക്കുറിച്ച് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. ഒന്ന്, ഏറ്റവും
ഏറ്റവും ലളിതമായ ജീവിതവും ഏറ്റവും ഉയർന്ന ചിന്തയും സൂക്ഷിച്ച APJ അബ്ദുൽ കലാം എന്ന വിജ്ഞാന നക്ഷത്രത്തിനെ അനുസ്മരിക്കാതെ നമ്മൾ ഇത്തരമൊരു വേദിക്ക് പൂർണ്ണത വരില്ല. 2, കലാം എന്ന വാക്കിൻ്റെ ഇസ്ലാമിക അന്വേഷണത്തിൽ കിട്ടുന്ന അർത്ഥം സത്യത്തിൽ റാഷണൽ ഡിബേറ്റ് എന്നാണല്ലോ, അല്ലേ? പൊരുൾ അന്വേഷണമാണത്, അല്ലെങ്കിൽ ചിന്താപരമായ സംവാദമൊക്കെയാണത്. അതാണ് നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്ന ഓർമ്മപ്പെടൽ. മോനെ, ഒരു ചോദ്യം കൂടി ചോദിക്കാം വിഷ്ണു, 1 2 പെട്ടെന്നായിക്കോട്ടെ. ബോസ്നിയ ഹെർസഗോവിയയുടെ ഭരണാധികാരിയായിരുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇൻഎസ്കേപ്പബിൾ ക്വസ്റ്റ്യൻസ്. പക്ഷെ അതിലുപരിയായി ഇസ്ലാം മതത്തിൻ്റെ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിനു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. പേര് അതോ അവിടെ പുറത്ത് അതാണ് അല്ല, നിൽക്കുന്നവർ വരൂ. ഇരിപ്പിടമുള്ളവർക്ക് മാത്രം അവസരം കൊടുക്കുകയും നിൽക്കാൻ വിധിക്കപ്പെട്ടവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്യാൻ ഇത് ഇന്ത്യയല്ലല്ലോ, ഇത് മലപ്പുറം അല്ലേ? അലിജാൻ അലി ഇസത്ത് ബെഗോവിച്ച്. അലീജ അലി ഇസത്ത് ബെഗോവിച്ച്. അലീജ അലി ഇസത്ത് ബെഗോവിച്ച് ശരിയായ ഉത്തരമാണ്. അപ്പൊ ഒന്നുകൂടെ ചോദിച്ചോ, ഇനി പെട്ടെന്നാവാം, വിശദീകരണം കുറയ്ക്കും. ഇത് കൊള്ളാം, ഇതിൽ നിർത്താം. ഒരൊറ്റ ചോദ്യം, പ്രവാചകന്റെ ജന്മദേശവും ഈ ചിത്രത്തിൽ കാണുന്ന ആളും തമ്മിൽ എന്ത് ബന്ധം? ക്ലോക്ക് ടവറിന്റെ അശ്വമേധത്തിൽ മലയാളത്തിൽ ആദ്യം 3500 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തമിഴ്, തെലുങ്ക്, ശ്രീലങ്ക, തെലുങ്കിൽ ചെയ്തു, ശ്രീലങ്കയിൽ 6-7 വർഷം ചെയ്തു, പിന്നെ യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അശ്വമേധം മലയാളത്തിൽ 2ാമത്തെ 3ാമത്തെ സീസണുകളൊക്കെ ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ, കേരളത്തിനകത്തെ പശ്ചാത്തലത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അതൊരു ഒരു എന്താ പറയുക, റാഷണൽ ഡിവിഷൻ നടത്തിയല്ല, അശ്വമേധത്തിൽ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷ അയക്കുന്നതും പങ്കെടുക്കുന്നതും മലബാറിൽ നിന്നാണ്. അതിനെ ആരെങ്കിലും ഒരു കമ്മ്യൂണൽ ഡിവിഷൻ നടത്തി നോക്കിയാൽ ഒരുപക്ഷേ സാങ്കേതികമായി 70% അതിലേക്ക് പങ്കെടുക്കാൻ എത്തുന്നത് ഇസ്ലാം മതത്തിലുള്ളവരാണ് എന്ന് കാണാം. അപ്പോൾ പലരും എന്നോട് ചോദിച്ചാൽ അത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, വിജ്ഞാനത്തിനോട് അത്ര വലിയ പരിഗണന നൽകുന്ന, അറിവിനെ മറ്റെന്തിനേക്കാൾ കൂടുതൽ മുകളിൽ കാണുന്ന ഒരു മതദർശനം ഉള്ളത് കൊണ്ടാകാം. അത് അറിയുക എന്നാണല്ലോ ആ മതം അടയാളപ്പെടുന്നത് തന്നെ, വായിക്കാനും അറിയാനും പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കും, നിങ്ങൾക്ക് രാമായണവും മഹാഭാരതവും ഇതുമൊക്കെ ഹൃദയസ്ഥവും കാണാതെ പറയാനും അറിയാവുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞാണ്, ഇല്ല, വായിക്കുന്നതിനോടെല്ലാം ഓർമ്മിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, കാണാതെ ചൊല്ലാൻ ഇഷ്ടമാണ്, മനോഹരമായ സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിവേചനം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാത്തിനും അറിവ് ഒരുപോലെയാണ്, യൂണിഫോമാണ് മനുഷ്യർക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരുടെ ഇടയിൽ അങ്ങനെ ഒരു വിവേചനമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും ഈ ചോദ്യം ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു റിലവൻസ് കൊടുക്കാറുണ്ട്. എന്താണ് ഇയാൾക്കും പ്രവാചകന്റെ ജന്മരാജ്യത്തിനും തമ്മിൽ ബന്ധമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇയാളുടെ പേരെന്താണെന്ന് പറയുന്നവർക്കാണ് സമ്മാനം. ഇയാളുടെ മകൾക്ക് പൗരത്വം കൊടുത്തത് സൗദി അറേബ്യയാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിവിനെക്കുറിച്ചൊരു ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംഭാഷണം വൈകുന്നേരം നടത്തിയിട്ട് പോകുമ്പോൾ ഇയാളെക്കുറിച്ച് കൂടി പറയാതെ പോകുന്നത് മര്യാദയല്ലല്ലോ. ഖുർആനല്ല വിഷയമെങ്കിലും. ഇയാളുടെ മകളുടെ പേര് പറയോ? സോഫിയാണോ? വാ വാ. ഇയാളുടെ പേര് ഡേവിഡ് ഹാൻസൺ എന്നാണ്. ഡേവിഡ് ഹാൻസൺ ആണിത്. ഡേവിഡ് ഹാൻസന്റെ മകളെ കാണണ്ടേ വിഷ്ണു? ഹ്യൂമനോയിഡ് റോബോട്ടായ, ബുദ്ധിശക്തിയുടെ
ആധുനിക ലോകത്തിലെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മനുഷ്യ റോബോട്ടായ കൃത്രിമ തലച്ചോറിനുള്ളിൽ സർവ്വവിജ്ഞാനവും ശേഖരിച്ച സോഫിയ എന്ന റോബോട്ടിനെ സൃഷ്ടിച്ച ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് ഹാൻസൺ. സോഫിയ എന്ന റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം സൗദി അറേബ്യയാണ് എന്നതാണ് ഞാൻ ചോദിച്ച ചോദ്യം. വിജ്ഞാനത്തിൻ്റെ പുതുതലമുറ സൃഷ്ടിക്ക് പൗരത്വം നൽകുവാൻ സൗദി അറേബ്യയ്ക്കല്ലാതെ മറ്റാർക്കാണ് ആദ്യം കഴിയേണ്ടത് എന്ന് തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും. 6 മണിയാകുന്നു. ഇനി 10 മിനിറ്റുകൾ കൂടിയാണ് പ്രാർത്ഥന തുടങ്ങാനുള്ളത്. ഈ ദിവസം ഒരുപാട് കാര്യങ്ങളുടെ തിരക്കുകൾ തിരുവനന്തപുരത്തുണ്ടെങ്കിലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അത് ഒരു പരിപാടിക്ക് വരുമ്പോഴല്ല, ഏത് പരിപാടിക്കായാലും ഏത് സ്വഭാവത്തിലുള്ള പ്രോഗ്രാമിനായാലും മലബാറിൽ വിശിഷ്യ മലപ്പുറത്ത് ഏത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ചെറുപ്പവും കൂടുതൽ ഊർജവും കൂടുതൽ സ്നേഹവും എന്നും സമ്മാനിക്കുന്ന ഒന്നാണ്. ഈ 14 വയസ്സിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ, കഥ കേട്ടുകൊണ്ടിരിക്കെ മടിയിൽ തലചായ്ച്ച് അമ്മ മരിച്ചുപോയ ഒരു 14കാരൻ കുട്ടിയിൽ നിന്നുള്ള വളർച്ചയ്ക്കിടയിൽ ജീവിതത്തിൽ എനിക്ക് ഇത്തരം വലിയ സദസ്സുകൾക്ക് തരാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ സംഗീതത്തിൻ്റെ 12 കോഴ്സ് ബൊഫയോ നൃത്തത്തിൻ്റെ 24 കോഴ്സ് ഡിന്നറോ ഒന്നും ഇല്ലല്ലോ. എൻ്റെ വീട്ടുമുറ്റത്ത് പണ്ടുണ്ടായിരുന്ന വേപ്പുമരത്തിൽ തട്ടിവന്ന കാറ്റിൻ്റെ നാമം ചൊല്ലൽ കേട്ട് വായിച്ചു കൂട്ടിയ കുറേ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ആ ബാല്യകൗമാരത്തിൽ അരച്ചു ചേർത്ത അറിവിൽ ചാലിച്ചെടുത്ത അക്ഷരത്തിൻ്റെയോ വിജ്ഞാനത്തിൻ്റെയോ കഞ്ഞിയോ ചമ്മന്തിയോ മാത്രം സദസ്സിലായാലും ക്യാമറയിലായാലും വിളമ്പുവാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. ചഞ്ചലമാകാത്ത നെഞ്ചിരിപ്പിൻ്റെ 2 ആവർത്തനങ്ങൾ കൊണ്ട് ഉള്ളിലുള്ളത് മറകളില്ലാതെ തുറന്നു പറയുവാനുള്ള ആർജവമല്ലാതെ മറ്റൊന്നും സ്വന്തമായില്ലാത്ത എന്നെ സ്നേഹിക്കുന്നതിന് പരിശുദ്ധ സത്യങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ മഹാനദികളുടെ എല്ലാം പേരിൽ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തി അടച്ചു വയ്ക്കട്ടെ 1 മണിക്കൂറോളം നീണ്ട എൻ്റെ വാക്കിൻ്റെ പുസ്തകം സ്നേഹം.